പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷാലോം ചാനലിൻ്റെ നേതൃത്വത്തിൽ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷകളിലേക്ക് ഷാലോം പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു ഈരടി ആലപിച്ച് കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ, കനിവിൻ കേദാരമേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയ ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുത്ത് എല്ലാവരും സ്ഥാനങ്ങളിലേക്ക് ശാന്തമായിരിക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഷാലോം ചാനലിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളെയും രാജ്യങ്ങളെയും ജനതകളെയും പകർച്ചവ്യാധിയുടെ കെടുതികൾ നിമിത്തം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെയും ജീവിതങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ഓഗസ്റ്റ് 15-ാം തീയതി നടത്താനിരിക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷകളിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ 33 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരുക്ക ശുശ്രൂഷകളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളാണ് ഈ വരാനിരിക്കുന്ന 33 ദിവസങ്ങൾ. ജൂലൈ 14 ഇന്ന് മുതൽ ആരംഭിച്ച് 33 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് കുടുംബങ്ങളെയും
ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സ്ഥാപനങ്ങളെയും സ്ഥലങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. ഇത് വളരെ വലിയ ഒരു ആധ്യാത്മിക രീതിയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിത രീതി ആദിമകാലം തൊട്ട് ആദിമ സഭയുടെ ജീവിത ശൈലിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇത് പുതിയതായിട്ടുണ്ടാക്കിയ ഒരു ശൈലിയല്ല. യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകം പ്രസിദ്ധം ചെയ്ത വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് അദ്ദേഹം തന്നെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഇത് ഞാൻ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പുതിയ ഭക്ത ജീവിതത്തിൻ്റെ രീതിയല്ല, ആദിമ കാലഘട്ടം തൊട്ട് തന്നെ ഇതുണ്ടായിരുന്നു. സെൻറ്റ് എഫ്രേം വളരെ ശക്തമായ വിധം ഈ ഒരു കാര്യത്തിൽ പരിശുദ്ധ ഈ അമ്മയോടുള്ള സമർപ്പണവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയെല്ലാം പ്രചരിപ്പിക്കുന്നതിൽ വളരെ മുൻപന്തി നിന്നൊരു വ്യക്തിയാണ് വിശുദ്ധ എഫ്രേം പിതാവ്. അതുപോലെ സെൻറ്റ് ബെർണാർഡ് പരിശുദ്ധ അമ്മയുടെ അനുഭവങ്ങൾ നിറഞ്ഞ് വളരെ ശക്തമായ ഒരു മാതൃഭക്തനും ഇത് ഈ കാര്യങ്ങൾ പ്രചരിപ്പിച്ച വളരെ വിശുദ്ധനുമാണ് സെൻറ്റ് ബെർണാർഡ്. സെൻറ്റ് ബൊനവെഞ്ചർ ശക്തമായ വിധം ഈ കാര്യങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുകയും ഇതിൻ്റെ അനുഭവങ്ങൾ നിറയുകയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ആ ഒരു സ്നേഹവാത്സല്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ്. സെൻറ്റ് ഫ്രാൻസിസ് ഡി സാലസ്, ശക്തനായ വിശുദ്ധൻ ഫ്രാൻസിസ് ഡി സാലസ്. അദ്ദേഹം ദൈവഭക്തി, പ്രത്യേകിച്ച് മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ, മാതാവിനോടുള്ള ഭക്തിയും മാതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിത രീതിയും ഒരുപാട് പ്രചരിപ്പിച്ച വ്യക്തിയാണ്. സെൻറ്റ് ജോൺ യൂട്സ് മറ്റൊരു ശക്തനായ വിശുദ്ധൻ. സെൻറ്റ് അൽഫോൻസ് ലിഗോരി, പിന്നെ ഒരുപാട് മാർപ്പാപ്പമാർ, ജോൺ പോൾ സെക്കൻഡ്, മാക്സിമിലിയൻ കോൾബെ, ഇങ്ങനെ അസംഖ്യം വിശുദ്ധന്മാരും മാർപ്പാപ്പമാരും ഈ ഒരു ജീവിത രീതിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇത് സഭയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശുശ്രൂഷ രീതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആധുനിക കാലത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന വിധത്തിലുള്ള 33 ദിവസം ഒരുക്കത്തോടു കൂടെയുള്ള മരിയൻ പ്രതിഷ്ഠ അല്ലെങ്കിൽ വിമലഹൃദയ പ്രതിഷ്ഠ ആരംഭിച്ചത്, നിജസ്ഥിതിയിലാക്കിയത്, അതിനൊരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവന്നത്, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇത്രമാത്രം പ്രാധാന്യത്തോടെ ചെയ്യാൻ തുടങ്ങിയത്, അതിന് ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നത് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് എന്ന വിശുദ്ധനാണ്. പക്ഷേ അദ്ദേഹം തന്നെ പറയുകയാണ്, ഇത് ഞാൻ കൊണ്ടുവന്നൊരു പുതിയ രീതിയല്ല, സഭയുടെ ജീവിതത്തിൽ സഭയുടെ പാരമ്പര്യത്തിലുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ സാലസ്, ഫ്രാൻസിസ് ഡി സാലസ്, അദ്ദേഹം ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ജ്ഞാനം കിട്ടിയ വ്യക്തിയാണ്. ഒരുപാട് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാഷണ്ഡർക്കെതിരെ അദ്ദേഹം പോരാടിയപ്പോൾ പരിശുദ്ധ അമ്മയാണ് സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ പ്രത്യേകമായ വരസിദ്ധിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഈ വിശുദ്ധൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധൻ്റെ അനുഭവത്തിൽ നിന്ന് അതേ കാര്യം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു മരിയം പ്രതിഷ്ഠയെക്കുറിച്ച് പഠിപ്പിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് ഡി സാലസ് വിശുദ്ധൻ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഇൻസ്പിറേഷൻ സ്വീകരിച്ച് ശക്തമായ വിധം ഉണർന്ന വ്യക്തിയാണ് സെൻറ്റ് ജോൺ യൂട്സ്, വിശുദ്ധ ജോൺ യൂട്സ്. ഈ വിശുദ്ധനാണ് ഇരുഹൃദയങ്ങളുള്ള ഭക്തി പ്രചരിപ്പിച്ചത്. ഇരുഹൃദയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തെയും അതുപോലെ ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ ഡിവോഷൻ ടു 2 ഹാർട്ട്സ്, ഇരു ഹൃദയങ്ങളോടുള്ള ഭക്തിയും അതിൻ്റെ പ്രതിഷ്ഠയെല്ലാം പ്രചരിപ്പിക്കാൻ വളരെ വളരെ ശക്തമായി പ്രവർത്തിച്ചു. ദ അഡ്മയറബിൾ ഹാർട്ട് ഓഫ് മേരി അദ്ദേഹത്തിൻ്റെ വളരെ ശക്തമായൊരു പുസ്തകമാണ്. ഈ വിശുദ്ധനിൽ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ചിട്ടാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് വിമലഹൃദയ പ്രതിഷ്ഠയൊക്കെ കുറച്ചും കൂടെ ഒരു 33 ദിവസത്തെ ഒരുക്കത്തോടു കൂടെയൊക്കെ ചെയ്യാനുള്ള ഒരു നിജസ്ഥ സ്ട്രക്ചർ കൊണ്ടുവന്നത്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഭയങ്കര ശക്തമായത്, ആകെ 10-16 വർഷമേ ജീവിച്ചിട്ടുള്ളൂ വൈദികനായതിനു ശേഷം. 43-ാമത്തെ വയസ്സിൽ മരിച്ചു. ഉള്ള കാലം ശക്തമായി ജീവിച്ചു. ഒരുപാട് വൈദികരുടെ എതിർപ്പ് നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം. ഫ്രാൻസിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ഫ്രാൻസിലെ അച്ഛന്മാരും ഒരുപാട് പേര് അദ്ദേഹത്തെ എതിർക്കുകയും അദ്ദേഹത്തെ വളരെ വിധത്തിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജാൻസനിസം എന്ന് പറഞ്ഞ ശക്തമായ വിധത്തിലുള്ള ഒരു പാഷണ്ഡത കാലഘട്ടം നടന്നു. അപ്പോൾ അതുകൊണ്ട് അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം എതിർപ്പും പ്രതികൂലവും നേരിട്ടപ്പോഴും അദ്ദേഹം മാതാവിൽ ഉറച്ചു നിന്നു. തിന്മയുടെ ശക്തിക്കെതിരെ പോരാടി. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ഈ വിശുദ്ധനെ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ
പരിശുദ്ധ പിതാവിൽ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ച് മാർപ്പാപ്പ പറഞ്ഞു, നീ ഫ്രാൻസിൽ തന്നെ പോയി ശുശ്രൂഷ ചെയ്യണം. അദ്ദേഹത്തെ അവിടെ എന്താ പറയുന്നത്, അപ്പസ്തോലിക്ക മിഷണറി ആയിട്ട് അങ്ങ് നിയമിച്ചു. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മിഷണറിയെ പോലെയാണ് പിന്നെ ഫ്രാൻസിൽ ഈ വിശുദ്ധൻ. പക്ഷേ രാവും പകലും അധ്വാനിച്ച് 10-16 വർഷത്തിനുള്ളിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പകൽ കഠിനാധ്വാനം ചെയ്ത് ഒരായുഷ് കൊണ്ട് അനേക മഹാവിശുദ്ധന്മാർ ഉയർപ്പിക്കുന്ന വിധം മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ അന്ത്യകാല വിശുദ്ധന്മാരെ ഉയർപ്പിക്കാൻ തക്കവണ്ണമുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ വ്യക്തിയാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്. അദ്ദേഹം പറഞ്ഞു, അന്ത്യകാലത്ത് ഈശോയുടെ രണ്ടാമതിന് വേണ്ടി മഹാവിശുദ്ധന്മാർ ജനിക്കാൻ ഇതുപോലുള്ള പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്ന വിശുദ്ധന്മാരുണ്ടാകണം. അതിനൊരു വഴിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം തെളിച്ചു വച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു ദൈവഭക്തിയുടെ മാർഗം, ഈ ഭക്താഭ്യാസം അനേകം വിശുദ്ധന്മാർ ഏറ്റെടുത്തിട്ടുണ്ട്. മാക്സിമിനിയൽ കോൾബെ ശക്തമായത് മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ അനേകം മാർപ്പാപ്പന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പ്രതിഷ്ഠയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലരുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്. ചിലപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് നമ്മളിങ്ങനെ കൂടുതൽ ഭക്തി സ്നേഹമൊക്കെ കാണിക്കുന്നത് ശരിക്കും ഈശോയോടുള്ള സ്നേഹം ചില കുറഞ്ഞു പോയി അല്ലേ? അമ്മയോട് ഭക്തിയും സ്നേഹവും കൂടുമ്പം ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധാത്മാവുള്ള സ്നേഹവും ചില കുറയില്ലേ? അത് ഈശോയ്ക്ക് വിഷമായി അല്ലേ? അല്ലെങ്കിൽ ഈശോയോട് സ്നേഹം കൂടുമ്പോൾ മാതാവിനോട് ചില സ്നേഹം കുറഞ്ഞു പോകില്ലേ? അപ്പോൾ അത് മാതാവിന് വിഷമം വരില്ലേ? ഈ ഒരു കാര്യം ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പല ആളുകൾ അങ്ങനെ പറയണതും കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ 2ാം ലോക മഹായുദ്ധ കാലത്ത് ഹംഗറിയിൽ ജീവിച്ചിരുന്ന സിസ്റ്റർ നതാലിയ എന്ന സിസ്റ്റർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ സിസ്റ്റർ ഈ ഒരു കാര്യം ഈശോയോട് ചോദിച്ചു. ഈശോയെ, എനിക്ക് പരിശുദ്ധ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് അങ്ങയോട് സ്നേഹമാണ്. ഞാൻ അങ്ങയോട് ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കുമ്പം മാതാവിന് വിഷമമാകുമോ? ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അങ്ങേക്ക് വിഷമമാകുമോ? അപ്പോൾ ഈശോ സിസ്റ്റർ നതാലിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ പറഞ്ഞിങ്ങനെയാണ്, ഭൂമിയിലെ സ്നേഹം പോലെയല്ല സ്വർഗത്തിലെ സ്നേഹം. സ്വർഗത്തിലെ സ്നേഹം ഭൂമിയിലെ വ്യവസ്ഥിതികൾ പോലെയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ നിങ്ങളെ പോലെയാണ് ദൈവം എന്ന് ചിന്തിക്കരുത്. എന്നെ നിങ്ങളെ പോലെയാണ് സ്വർഗവാസികളും ചിന്തിക്കരുത്. എന്നെ നിങ്ങളെ പോലെയാണ് വിശുദ്ധന്മാർ ചിന്തിക്കരുത്. സങ്കീർത്തന പുസ്തകത്തിൽ 50-ാം അധ്യായം 21-ാം തിരുലിഖിതം, അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, എന്താ നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതിയോ? കർത്താവ് ചോദിക്കുകയാണ്, നിന്നെപ്പോലെയാണ് ഞാനും എന്ന് നീ കരുതി? അങ്ങനെ ചിന്തിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാട് പോലെ അല്ല സ്വർഗീയമായ കാര്യങ്ങൾ. ഭൂമിയാണ്, സ്വർഗമാണ്. നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചു എന്ന് വിചാരിച്ച് ഈശോയ്ക്ക് വിഷമം വരുമെന്നോ, ഈശോയെ സ്നേഹിച്ചു എന്ന് വിചാരിച്ച് പിതാവായ ദൈവത്തിന് വിഷമം വരുമെന്നോ, പിതാവായ ദൈവത്തെ സ്നേഹിച്ചു എന്ന് വിചാരിച്ച് മാതാവിന് വിഷമം വരുമെന്നോ, മാതാവിനെ സ്നേഹിച്ചു എന്ന് വിചാരിച്ച് ഈശോ സങ്കടപ്പെടുന്നോ, ഇങ്ങനെ ഒന്ന് വെറുതെ അങ്ങനെ സെൻറ്റിമെൻറ്റ്സിൽ ഇരിക്കരുത്, ചിന്തിക്കരുത്. നമ്മളെ സ്നേഹിക്കുമ്പോഴെല്ലാം ത്രിത്വത്തിൽ തന്നെയാണ്, പരിശുദ്ധ ത്രിത്വത്തെയാണ് ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥിച്ചാലും അതെല്ലാം പരിശുദ്ധ ത്രിത്വത്തിലേക്കാണ് എത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വളരെ ശക്തമായി നല്ല ദൈവശാസ്ത്രപരമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ് തിയോളജിയനായ ലഗ്രാഞ്ച്. അദ്ദേഹം ഒരു ഫ്രഞ്ച് തിയോളജിയനാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ ആശയങ്ങളെ ശക്തമായി സ്വാധീനിച്ച ഒരു പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ, ഡൊമിനിക്കൻ സഭയിലെ ശക്തനായ ഒരു സന്യാസി, അതീവ ബുദ്ധിമാൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ 3 Ages ഓഫ് ദ ഇൻറ്റീരിയർ ലൈഫ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, മരിയ ഭക്തിക്ക് 3 ലെവലുകളുണ്ട്. മരിയ ഭക്തിക്ക് ഈ വിശുദ്ധനാണത്, ഈ ഒരു ദൈവശാസ്ത്രജ്ഞനാണത്. അദ്ദേഹം 1964 വരെയൊക്കെ ജീവിച്ചിരുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. 1877 ജനിച്ച് 1964 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെയൊക്കെ സമാപനത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 3 levels ഓഫ് ഡിവോഷൻ ടു മേരി. 3 ലെവലുകൾ. അതിൽ 1ാമത്തെ ലെവലാണ് വെറും സാധാരണക്കാർ. കർത്താവിൻ്റെ മാലാഖയ്ക്കൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. മാതാവിൽ വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. യേശുവേ നന്മ പറഞ്ഞ പറയുമ്പോൾ ഒരു നന്മ പറഞ്ഞ പോലെയൊക്കെ ചെല്ലും, അത്രയൊക്കെ തന്നെ ഉള്ളൂ.
The first degree consists in praying to Blessed Virgin Mary time to time, honoring her as the Mother of God, saying, for example, the Angelus എന്ന് പറഞ്ഞാൽ കർത്താവിനുമാലയൊക്കെ ചെല്ലും. അതിൽ കൂടുതലൊന്നും സമയമില്ല. മാതാവ് നല്ല വിശ്വാസമുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ മാതാവ് അച്ചിട്ടാണ്, വേളാങ്കണ്ണിക്ക് പോകും, അല്ലെങ്കിൽ ഒരു നേർച്ച നേരും, അച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ കൂടുതൽ പ്രാർത്ഥനയൊന്നുമില്ല. ഫസ്റ്റ് ഡിഗ്രി, ഫസ്റ്റ് ലെവൽ ഓഫ് ഡിവോഷൻ ടു മേരി. സെക്കൻഡ് ഡിഗ്രി, മാതാവിനോടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ രണ്ടാമത്തെ ലെവൽ, സെക്കൻഡ് ഡിഗ്രി കൺസിസ്റ്റ് ഇൻ ഹാവിങ് മോർ പെർഫെക്റ്റ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് വെനറേഷൻ. പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനത്തിൻ്റെ കൂടുതൽ ഉന്നതമായ ഭാവങ്ങളിലേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ ജപമാല ചൊല്ലും, കൂടെ കൂടെ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലും. അങ്ങനെ ചിലപ്പോൾ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലും. 4 ജപമാലകൾ ചിലപ്പോൾ ഒരു ദിവസം ചെല്ലാൻ. 4 ജപമാല എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ ജപമാലയുടെ 4 സന്തോഷം, പ്രകാശം, ദുഃഖം, മഹിമ, ഈ രഹസ്യങ്ങൾ, അത് 4 ചൊല്ലി ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലും. അങ്ങനെയൊക്കെ അത് ഒരു ലെവലാണ്, അതായത് വളർന്ന ലെവലാണത്. നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ആ ലെവലിലാണ്. എന്നാൽ ആ ദൈവശാസ്ത്രജ്ഞൻ പറയുകയാണ് ഒരു മൂന്നാമത്തെ ലെവലുണ്ട്, ദ തേർഡ് ഡിഗ്രി ഓഫ് ഡിവോഷൻ ടു മേരി. എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഇൻ കോൺസെക്രേറ്റിംഗ് വൺസെൽഫ് എൻറ്റയർലി ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ മേരി. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്ന ആ ഒരു കോൺസെക്രേറ്റഡ് ലൈഫിലേക്ക് പ്രവേശിക്കുന്ന ആത്മാക്കളുണ്ട്. ഇന്ന് നമ്മളിവിടെ ചിന്തിക്കാൻ പോകണം ആ ലെവലിലുള്ള ആത്മാക്കളെ കുറിച്ചാണ്. നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ ശരിയായിരുന്നു, ഒരു കർത്താനമാല, രാവിലെ ഒരു കർത്താനമാല, വൈകിട്ട് ഒരു കർത്താനമാല, പിന്നെ ഇച്ചിരി പ്രാർത്ഥന, ഒരു നന്മ നിറഞ്ഞവരെയൊക്കെ ചെല്ലും. അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന മാതാവേ കാത്തുകൊള്ളണേ എന്നൊക്കെ പറയും, അമ്മേ നോക്കിക്കൊള്ളണേ, ഇത്രയൊക്കെയുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കൊന്തയൊക്കെ ചെല്ലാൻ തുടങ്ങി. ഇത് ഇപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ, ദൈവത്തിൻ്റെ കരുണയാൽ നമുക്കെല്ലാവർക്കും, ഈ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിൽ നിന്ന് സൗജന്യമായ കൃപ, സൗജന്യമായൊരു ആത്മീയ ഉണർവ് ദൈവം തന്നിരിക്കുകയാണ്. കോൺസെക്രേറ്റിംഗ് വൺസെൽഫ് എൻറ്റയർലി ടു ജീസസ് ക്രൈസ്റ്റ് ത്രൂ മേരി. പരിശുദ്ധ അമ്മയിലൂടെ സമ്പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാനുള്ള ഒരു വിളി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോർ, ദ സം ആൻഡ് സബ്സ്റ്റൻസ്, ഈ സമർപ്പണത്തിൻ്റെ ജിസ്റ്റ്, മർമ്മം എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് വിശുദ്ധ ലൂയിസ് ഡി മോൺഫർട്ട് യഥാർത്ഥ മരിയഭക്തി എന്ന ഈ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. യഥാർത്ഥ മരിയഭക്തി എന്ന ഗ്രന്ഥത്തിൽ 121-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, മാതാവ് വഴി പൂർണ്ണമായി യേശു ക്രിസ്തുവിൻ്റേത് മാത്രമാകാൻ വേണ്ടി നമ്മളെ തന്നെ മറിയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിലാണ് ഈ ഭക്തകൃത്യം അടങ്ങിയിരിക്കുന്നത്. താഴെ പറയുന്നവ നാം പരിശുദ്ധ അമ്മയ്ക്ക് നൽകണം. ഇതിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ഈ സമർപ്പണത്തിൽ 4 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഹോൾ ബോഡി, നമ്മുടെ ശരീരം മുഴുവനും, ശരീരവും അതിൻ്റെ അവയവങ്ങളും അതിൻ്റെ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ദ ഹോൾ എൻറ്റിറ്റി, കണ്ണും കാതും ചെവിയും കാലും തലയും എല്ലാം, നമ്മുടെ സർവാംഗവും നമ്മുടെ സർവസ്വവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനും നേതൃത്വത്തിനും സമർപ്പിക്കുക. രണ്ടാമത്, ആത്മാവും അതിലെ എല്ലാ ശക്തിവിശേഷങ്ങളും, നമ്മുടെ ആത്മാവിൻ്റെ ശക്തിവിശേഷങ്ങളെ, ഉണർവിനെ എല്ലാം സമർപ്പിക്കുന്നു. നമ്മുടെ ഭക്തി, നമ്മുടെ തീഷ്ണത, നമ്മുടെ സ്നേഹം, നമ്മുടെ ആത്മാവിൻ്റെ സർവ്വമണ്ഡലങ്ങളെയും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. മൂന്നാമത്, നമുക്കിപ്പോൾ ഉള്ളവയും ഭാവി ലഭിക്കാനിരിക്കുന്നവയുമായ ബാഹ്യമായ എല്ലാ നന്മകളും സമ്പന്നതകളും. ഇപ്പോൾ അജയനൊക്കെയാണെങ്കിൽ ഓർഗനുണ്ട്, ചിലർക്ക് വണ്ടിയുണ്ട്, ചിലർക്ക് സ്ഥലമുണ്ട്, വീടുണ്ട്. നമുക്കുള്ള സർവ്വ വസ്തുക്കളും സർവ്വ ദൈവ നന്മകളും ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതും നമ്മുടെ ജീവിതത്തിലുള്ളതുമായ സർവ്വ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. നാലാമത്തത്, നമ്മുടെ പുണ്യങ്ങളും യോഗ്യതകളുമാകുന്ന ആത്മികവും ആന്തരികവുമായ സമ്പത്തും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യുവാൻ പോകുന്നതുമായ എല്ലാ സൽപ്രവൃത്തികളും, നമ്മുടെ പുണ്യയോഗ്യതകൾ, നമ്മുടെ സൽപ്രവൃത്തികൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ആധ്യാത്മിക അഭ്യാസങ്ങൾ, സർവ്വ ആത്മീയ നന്മകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമനുസരിച്ച് അത് ഉപയോഗിക്കാം. അത് ഇഷ്ടമുള്ള ആത്മാക്കളുടെ നിയോഗത്തിന് വേണ്ടി അമ്മയ്ക്ക് കാഴ്ചവെക്കാം. ചുരുക്കത്തിൽ പ്രകൃതിയുടെയും കൃപാവരത്തിൻ്റെയും തലത്തിൽ നമുക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായ പ്രകൃതിയുടെയും കൃപാവരത്തിൻ്റെയും മഹത്വത്തിൻ്റെയുമായ എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുവനായി പരിശുദ്ധ അമ്മയ്ക്ക് നൽകണം. ഒരു ചുവടുവെപ്പോ, ഒരു മുടിനാരിഴയോ, ഒരു ചില്ലിക്കാശോ, വളരെ നിസ്സാരമായ സൽപ്രവൃത്തിയോ,
ഒന്നും തന്നെ മാറ്റിവെക്കാതെയും അതും നിത്യത വരെയും കൊടുക്കണം. 1 വർഷത്തേക്ക് 2 വർഷത്തേക്കല്ല, നിത്യത വരെയും നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വെറും പ്രകടനമാക്കരുത്. ഇത് നമ്മുടെ സമർപ്പണത്തിനും ശുശ്രൂഷയ്ക്കും യാതൊരു പ്രതിഫലവും കാക്ഷിക്കരുത്. മറിയത്തിലും യേശുവിൻ്റെ സ്വന്തമാകുന്ന ആ ബഹുമതി മാത്രമേ ആഗ്രഹിക്കാവൂ. യേശുവിൻ്റെ സ്വന്തമായി തീരുന്ന, യേശുവിന് സമ്പൂർണ്ണമായും യേശുവിൻ്റെ ദാസനായി തീരുന്ന, യേശുവിൻ്റെതായി തീരുന്ന ആ ഒരു ഔന്നത്യത്തിലേക്കുള്ള ആ ഒരു വിളിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് 33 ദിവസത്തെ ഒരുക്കത്തോടെ ചെയ്യുന്ന ഈ മരിയൻ പ്രതിഷ്ഠയുടെ ഒരു പ്രധാന മേഖല. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ ഹോൾ ലൈഫ് മാറാൻ ഇതിലൂടെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ നമുക്കുള്ളത് മുഴുവൻ പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയുടേതാണ്. അത് ഈ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. പരിശുദ്ധ അമ്മ നമുക്കറിയില്ല എന്തൊക്കെ കാര്യം, അവിടെയൊക്കെ വലിയ തരത്തിൽ ദൈവികമായ സാന്നിധ്യം കൊണ്ട് നിറയാൻ അമ്മ ഇടവരുത്തും. ഈശോയെ വളർത്തി വലുതാക്കിയ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം നമ്മുടെ ആത്മാവിനെ കേടുകൂടാതെ എങ്ങനെ വളർത്തണമെന്നും നിത്യപിതാവിന് എങ്ങനെ സമർപ്പിക്കണമെന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് അദ്ദേഹം 33 ദിവസത്തെ ഒരുക്കം നടത്തിയതിന് ശേഷമാണ് ഇത് പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രതിഷ്ഠാ രീതി ഡെവലപ്പ് ചെയ്തെടുത്ത്. ഈ 33 ദിവസത്തെ ഒരുക്കത്തിന് അദ്ദേഹം 2 ഘട്ടമായി തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ടത്തിന് 12 ദിവസങ്ങളാണ്. ഈ 12 ദിവസങ്ങളിൽ നമ്മൾ ലോക അരൂപിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. നമ്മുടെ ലോക അരൂപി, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ലോക അരൂപിയുണ്ട്, ലോക സ്വാധീനങ്ങളുണ്ട്, ലോകത്തിൻ്റെ ആകർഷണങ്ങളുണ്ട്, ജഡമോഹങ്ങളുണ്ട്. അങ്ങനെയുള്ള സർവ്വ മേഖലകളെയും അതിജീവിക്കാനും തോൽപ്പിക്കാനും ആത്മാവ് ശരീരത്തെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാനും ഈ ആദ്യത്തെ 12 ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും വചനത്താലും ജലത്താലും പരിശുദ്ധാത്മാവിൽ നമ്മൾ കഴുകി വെടിപ്പാക്കുകയും ചെയ്യുന്ന വലിയ യജ്ഞമാണ് ആദ്യത്തെ ഘട്ടം, ആദ്യത്തെ 12 ദിവസങ്ങൾ. രണ്ടാം ഘട്ടമുണ്ട്. രണ്ടാം ഘട്ടത്തെ 3ആയി തിരിച്ചിരിക്കുകയാണ്. 7 ദിവസം വീതമുള്ള 3 ആഴ്ചകൾ. ഒന്നാമത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ച, മൂന്നാമത്തെ ആഴ്ച, അങ്ങനെ 21 ദിവസങ്ങൾ. ആദ്യത്തെ ആഴ്ചയുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. അന്ന് നമ്മൾ ചെയ്യുന്നത് തന്നെ അറിയുക. ഞാൻ ആരാണ്? എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? എൻ്റെ ആത്മാവ് ഈ വഴിക്ക് പോയി എവിടെ എത്തും? എൻ്റെ ദയനീയ സ്ഥിതി, ദ ഫോളൻ നേച്ചർ, അതപ്പതിച്ചു പോയ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, നമ്മുടെ ബലഹീനതകളുടെ മേലുള്ള ബലഹീനതകളെ കുറിച്ചുള്ള അറിവ്, അങ്ങനെ ദ ഫോളൻ നേച്ചർ, നമ്മുടെ വീണുപോയ പ്രകൃതി, നമ്മൾ വീണുപോയ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി, ബലഹീന സ്ഥിതിയെക്കുറിച്ച് അറിയുകയും ഞാൻ ആരാണെന്ന് അറിഞ്ഞ് അതുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ട്രഷർ ഇൻ ക്ലേ, മൺപാത്രത്തിലെ നിധി. ദൈവം തന്ന എല്ലാ കാര്യവും അങ്ങനെ, നമ്മൾ മൺപാത്രങ്ങളാണ്. ഇനി രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ അടുത്ത 7 ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ ആഴത്തിൽ അറിയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, പരിശുദ്ധ അമ്മയുടെ രക്ഷാകര പ്രവർത്തനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം, സഭയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം, ഇതെല്ലാം അടുത്തറിയുന്ന ദിവസങ്ങളാണ് പിന്നത്തെ 7 ദിവസങ്ങൾ. മൂന്നാമത്തെ ആഴ്ച, അവസാനത്തെ 7 ദിവസങ്ങൾ എന്താണ്? യേശു ക്രിസ്തുവിനെ മുഴുവനായി അറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ മുമ്പിൽ തപസ്സിരിക്കുകയാണ്. എനിക്ക് ഈശോയെ അറിയണം, യേശുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറഞ്ഞ് യേശുവിൻ്റേത് മാത്രമായി തീരാൻ, ഈശോയ്ക്ക് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയിലൂടെ സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ യേശു ജ്ഞാനം കൊണ്ട് നിറയുന്ന ദിവസങ്ങളാണ് അവസാനത്തെ 7 ദിവസങ്ങൾ. അങ്ങനെ 21 പ്ലസ് ആദ്യത്തെ 12, അങ്ങനെ 33 ദിവസത്തെ ഒരുക്കത്തിന് ശേഷമാണ് അവസാനത്തെ ലാസ്റ്റ് സമാപനം എന്താ ചെയ്യണത്? അന്ന് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി നമ്മെ തന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന പ്രതിഷ്ഠാ ശുശ്രൂഷയാണ്. വിമല ഹൃദയ പ്രതിഷ്ഠ. ഇങ്ങനൊരു സ്ട്രക്ചർ കൊണ്ടുവന്നത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് എന്ന വിശുദ്ധനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധന് ശേഷം കാലഘട്ടത്തിൽ ഒത്തിരി വിശുദ്ധന്മാർ വന്നത്. ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തോത്തുസ് തൂസ് എന്ന ആ ഒരു മോട്ടോ, ആ ഒരു വാക്യം തന്നെ സ്വീകരിച്ചത് ഈ വിശുദ്ധനിൽ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ചിട്ടാണ്.
ഇനി നമ്മൾ ചിന്തിക്കാൻ പക്ഷേ ഇതൊരു ആമുഖം മാത്രമാണ്. തുടക്ക ദിവസം ആയതുകൊണ്ട് പ്രത്യേകിച്ച് 33 ദിവസത്തെ ശുശ്രൂഷകളൊക്കെ ഇന്ന് ആരംഭിക്കുന്ന ജൂലൈ 14 തീയതി ഇന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ഇന്ന് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരേണ്ടത് ആവശ്യമാണ്. ഈ വിമലഹൃദയ പ്രതീക്ഷികൾ 33 ദിവസം ഒരുക്കത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ജൂലൈ 14. ഒന്നാമത്തെ ദിവസത്തിൽ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന പ്രധാന ഒരു വിഷയമാണ് ലോക അരൂപിയെ ജയിക്കുക. ലോക അരൂപിയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ശരീരത്തെ ഭരിക്കണം. നമ്മുടെ ആത്മാവ് ശരീരത്തെ ഭരിച്ചില്ലെങ്കിൽ ശരീരം ആത്മാവിനെ ചവിട്ടിമതിക്കും. ഇതിനെക്കുറിച്ച് വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം സെൻറ്റ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 1 അതിൻ്റെ ഹെഡിങ് തന്നെ ലൗകിക തൃഷ്ണ. ലൗകിക തൃഷ്ണ. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് എങ്ങനെ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉത്ഭൂതമാകുന്നത്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന, എന്താ പോരാടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? പോരാടുക. പോരാടുക. ഗറില്ലകൾ പോരാടുന്നു. എന്താ പോരാടുക എന്ന് പറഞ്ഞാൽ? പോരാടുക. പട്ടാളക്കാർ പോരാടുന്നു. പോരാട്ടം, യുദ്ധമാണ്. വെറുതെ തോണ്ടലും പിടിക്കലൊന്നും അല്ല. അത് തമ്മിത്തല്ലല്ല, ഇത് കലഹമല്ല, ഇത് നമ്മുടെ നാട്ടിൻപുറത്തുള്ളതുപോലെ ചെറിയ ചെറിയ പെറ്റി കേസുകളല്ല. ഘോര യുദ്ധം. ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നിങ്ങൾ കാണുക. ഘോര യുദ്ധം. ആധിപത്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഇതെന്താ? നമ്മുടെ ശരീരത്തിൽ ഇരുന്ന്, നമ്മുടെ ഓരോ അവയവങ്ങളിൽ ഇരുന്ന് നമുക്കെതിരെ പോരാടുക, നമുക്കെതിരെ യുദ്ധം ചെയ്യുക. ലോകാരൂപി. ലോകാരൂപി അത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിന് കടകവിരുദ്ധമായി പ്രവർത്തിക്കും. അത് ക്രിസ്തുവിൻ്റെ ആത്മാവിന് എതിരാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുലിഖിതം സെൻറ്റ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 4 വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ലോക അരൂപിയോട് യുദ്ധമില്ലാതെ പോകുന്ന ഒരു വ്യക്തി, ലോക അരൂപിയോട് പടവെട്ടാതെ നീങ്ങുന്ന ഒരു വ്യക്തി തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അവൻ ശത്രുപക്ഷത്ത് ചേർന്നു. ക്രിസ്തുവും ബലിയാലും തമ്മിൽ എന്ത് ബന്ധം? കൊരിന്തോസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിലുള്ള വചനം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 2 കൊരിന്തോസ് 6:15 അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 2 കൊരിന്ത്യൻസ് 6:15 ക്രിസ്തുവിന് ബലിയാലുമായി എന്താ? ബലിയാൽ ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധം, എന്ത് യോജിപ്പാണുള്ളത്? ബലിയാൽ എന്ന് പറഞ്ഞതിന് അർത്ഥം താഴെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു വൈരി, ക്രിസ്തു വിരോധി, ആൻറ്റി, കർത്താവിനോട് എതിർക്ക്, കർത്താവിനോട് യുദ്ധം ചെയ്യുന്ന ആള്. അതാണ് ലോകത്തിൻ്റെ അരൂപി. ആ ലോകത്തിൻ്റെ അരൂപി നമ്മുടെ അവയവങ്ങളിൽ ഭരണം നടത്താൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? റോമാലേഖനം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം. റോമാലേഖനം 7:23 എൻ്റെ അവയവങ്ങളിലാകട്ടെ, എൻ്റെ മനസ്സിന് അതേ പോരാടുന്നുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന പോരാട്ടം. എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനോട് പോരാടുന്ന വേറൊരു പവർ ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമ. അപ്പോൾ എൻ്റെ അവയവങ്ങളിൽ എന്നോട് പോരാടുന്ന ഒരു ശക്തി എൻ്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ രക്ഷയ്ക്കെതിരെയുള്ള ശത്രു നമ്മുടെ തന്നെ ശരീരത്തിൽ 24 മണിക്കൂറും നമ്മളോട് പോരാട്ടത്തിലാണ്. നമ്മളോ ഒന്നും അറിയുന്നില്ല. നമ്മൾ കളിപ്രായ പിള്ളേരെ പോലെയാണ്, കളിപ്രായ കുട്ടികളെ പോലെയാണ്. നാം ഗവനിക്കുന്നേയില്ല, നാം ജീവിതം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല.
വിശുദ്ധ അൽഫോൻസിനവർ പറയാണ്, നമ്മുടെ രക്ഷയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ആത്മാവിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ നിത്യതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രു 24 മണിക്കൂർ എൻ്റെ ശരീരത്തിൽ എൻ്റെ ചിന്തകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശത്രു എൻ്റെ ശരീരത്തിൽ തന്നെ 24 hours. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. പത്രോസ് അപ്പസ്തോലൻ, ആദ്യത്തെ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ശ്ലീഹന്മാരുടെ തലവൻ, 3 വർഷം യേശുവിന് കൂടെ നടന്നയാൾ, പന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചയാൾ, ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞയാൾ. പത്രോസ്ലീഹ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ ഭാഗത്ത് വന്ന് നിറയുന്ന അതുപോലെ അനോയിൻറ്റിങ് പ്രാപിച്ചയാൾ. ആ പത്രോസ് അപ്പസ്തോലൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്കെതിരെ മാത്രമല്ല, നിത്യരക്ഷയ്ക്കെതിരെ മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിന് എതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന്, ലോക അരൂപിയിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾ എതിർക്കണം, തിന്മയെ എതിർക്കണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ, സെന്റ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 7 and 8. ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിന് ചെറുതു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. പാപികളെ, നിങ്ങൾ കരങ്ങൾ കഴുകി ശുചിയാക്കുവിൻ, സന്നിധ മനസ്കരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. ഈ കാര്യം തന്നെയാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-26 വരെയുള്ള വാക്യങ്ങൾ പറയണത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 24-26. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. വ്യർത്ഥാഭിമാനികളാകാതിരിക്കുക, ആത്മാവിൽ വ്യാപരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 33 ദിവസത്തെ ആ ഒരുക്കത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഏറ്റവും ആദ്യം 12 ദിവസം ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് വിടുതലിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് ചാങ്കലാവുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഷാലോം ചാനലിലെ ഒരുക്കത്തിന് വേണ്ടി നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് തന്നപ്പോൾ 2-3 നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എന്ന് പറഞ്ഞാൽ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, ദേവാലയത്തിലോ സമൂഹ മാധ്യമങ്ങൾ വഴിയോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നന്നായിട്ട് ആത്മാവിനെ ഒരുക്കണം. ശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും, അത് സാധ്യത ഉണ്ടെങ്കിൽ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ആത്മീയമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ആത്മാവിനെ ഒരുക്കണം. 2, നന്നായിട്ട് കുമ്പസാരിക്കണം. അവസരം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് പ്രതിഷ്ഠയ്ക്ക് വന്ന് കുമ്പസാരിച്ച് ആത്മാവിനെ കഴുകണം. വചനത്താലും പരിശുദ്ധാത്മാവിനും കഴുകണം. ജലം കൊണ്ട് ആത്മാവിനെ കൊണ്ട് കഴുകണം. പ്രിയപ്പെട്ട സഹോദരൻ, 3-ാമത്തത് ഒരു സമ്പൂർണ്ണ ജപമാല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിന് കാര്യമുണ്ട്. സാത്താൻ്റെ തലയെ തകർക്കാൻ പ്രത്യേകമായി വരസിദ്ധിച്ച പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്കിന്ന് ഒരുപാട് ഉപകാരമാണ്. ദിവസവും ഒരു സമ്പൂർണ്ണ ജപമാല എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ, ഇത് 4 ചേർന്ന് ഒരു സമ്പൂർണ്ണ ജപമാല ഒരു ദിവസം ചെല്ലാൻ പരിശ്രമിക്കുക. കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും പരിശ്രമിക്കുക. 4-ാമത്തത് സാധിക്കുന്നിടത്തോളം വിശ്വാസ പ്രമാണങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, ലോകത്തിനുവേണ്ടി കാഴ്ചവെക്കുക. ഇതൊക്കെ അവിടേക്ക് ഷാലോമിലേക്ക് വിളിച്ച് പറയാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്തായാലും നല്ല ഒരുക്കത്തോടുകൂടെ 10,000 ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വലിയ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് നമുക്ക് അണിചേരാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കുറച്ച് നേരം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു പ്രത്യേക കാര്യം അറിയിക്കാനുള്ളത്, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആരാധനയുടെ സമയത്തും മറ്റു ദിവസം സമയത്തൊക്കെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഒരുമിച്ച് എത്ര പേര് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. പൊതുവായിട്ടൊരു 3-4 നിയോഗം വെക്കണം, നല്ലതാണ്. ഷാലോമിൽ അത് അനൗൺസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, തിന്മയിൽ നിന്ന് വിടുതലിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുസഭയുടെ നവീകരണത്തിനും ശക്തീകരണത്തിനും തിരുസഭ അധികാരികൾക്കും വൈദികർക്കും സമർപ്പിതർക്കും ശുശ്രൂഷകർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക.
മഹാമാരിയിൽ നിന്നും അതിൻ്റെ കെടുതികളിൽ നിന്നും ലോക ജനത, ലോകരാജ്യങ്ങൾ വിടുതൽ പ്രാപിക്കുന്ന സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റ് നിയോഗങ്ങളും നിങ്ങൾക്ക് ചേർത്ത് വെക്കാം. ആരാധനയ്ക്ക് വേണ്ടി ആമുഖഗാനം ആലപിച്ച് ആരാധന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും മുട്ടുമേൽ നിൽക്കാം. രണ്ട് കരങ്ങളും വിരിച്ചു പിടിക്കാം. വിശ്വാസ പ്രമാണം നമ്മൾ ശക്തമായ വിധം ചെല്ലുകയാണ്. ഇപ്പോൾ മാത്രം പോരാ, ഈ ദിവസങ്ങളിൽ എത്രമാത്രം വിശ്വാസ പ്രമാണം ചൊല്ലാമോ അത്രയും വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ശക്തമായ ഡെലിവറൻസ് നടക്കും. ലോകാരൂപിയുടെ ആധിപത്യങ്ങളെ തകർക്കാൻ കർത്താവ് കുരിശിൽ മരിച്ച കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ നാമവും വ്യാപരിക്കും. നമുക്ക് വിശ്വാസത്തോടെ ഹൃദയത്തിൽ തട്ടി വിശ്വാസ പ്രമാണം ഉറക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തുടർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം നമ്മുടെ മേൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൽ ലുത്തിനിയ ഗാനരൂപത്തിൽ പാടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ തലമുറകളിലേക്കും വംശങ്ങളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും ദേശാന്തരങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അങ്ങയുടെ സജീവ സാന്നിധ്യം നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ജീവജലത്തിനരുവിയൊഴുകും പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ.
വരദാനങ്ങൾ ചൊരിയണമേ. നിത്യസഹായം ദാസർക്കരുളും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. പാപബോധം ഞങ്ങൾക്കേകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. നീതിബോധം ഞങ്ങൾക്കേകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. വിജ്ഞാനത്തിൻ ഉറവിടമാകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. വിശുദ്ധിതൻ കൃപ ഞങ്ങൾക്കേകും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആനന്ദത്താൽ നമ്മെ നിറയ്ക്കും പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആശ്വാസത്തിൻ ദായകനാമൻ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. വരദാനങ്ങൾ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ചിന്തകളിലേക്ക് വരണമേ, ശരീരത്തിലേക്ക് വരണമേ. ഞങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരാശകളിൽ നിന്നും വിടുവിക്കാൻ പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ എല്ലാ ദുർമോഹങ്ങളിൽ നിന്നും, അശുദ്ധ ചിന്തകളിൽ നിന്നും, ജഡിക നിരാശകളിൽ നിന്നും, കണ്ണുകളുടെ നിരാശ, ജീവിതത്തിന്റെ അഹന്ത, എല്ലാ ജഡമോഹങ്ങളിൽ നിന്നും വിടുവിക്കുന്ന പരിശുദ്ധാത്മാവേ ഇപ്പോൾ വന്ന് നിറയണമേ. ഹൃദയങ്ങളിലേക്ക് നിറയണമേ, ചിന്താമണ്ഡലങ്ങൾക്ക് നിറയണമേ, ബോധ്യതലങ്ങളിലേക്ക് നിറയണമേ. ഓരോ അവയവങ്ങളിലേക്കും വ്യാപരിക്കണമേ. ശിരസ് മുതൽ പാദം വരെ ഓരോ കോശങ്ങളിലും വന്ന് നിറയണമേ. വലിയ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹോളി 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 ഹോളി. മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. പരിശുദ്ധാത്മാവേ, വീണ്ടും പരിശുദ്ധാത്മാവേ നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. പരിശുദ്ധാത്മാവേ, വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നീ എന്നിൽ എന്റെ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ
ഒത്തിരി എളിമയോടുകൂടെ കൈകൾ കൂപ്പി മുട്ടുമേൽ നിന്ന് പരിശുദ്ധ അമ്മയ്ക്കുള്ള വിമല ഹൃദയത്തെ പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ചെറിയ പ്രാർത്ഥന ഇപ്പോൾ സൈഡിൽ സ്ക്രീനിൽ തെളിയുന്നതാണ്. ഇവിടുന്ന് ടീം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ലോകമെമ്പാടും അനേക രാജ്യങ്ങളിലിരുന്ന് പതിനായിരക്കണക്കിന് ആളുകൾ, ദൈവമക്കൾ ഇപ്പോൾ ഒരുമിച്ച് ഈ പ്രതിഷ്ഠയിൽ പങ്കുചേരുകയാണ്. ഈ 33 ദിവസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ 12 ദിവസങ്ങൾ ലോകാരൂപിയിൽ നിന്ന് വിടുതലിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. നമുക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുമിച്ച് ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ 2 കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എൻ്റെ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവെ ഇഷ്ടത്തോടെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഈ 33 ദിവസത്തെ പ്രതിഷ്ഠയിൽ പങ്കുചേരുന്ന സർവ്വ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവെ വരണമേ. പരിശുദ്ധാത്മാവെ വരണമേ. നല്ല കുമ്പസാരത്തിന് കൃപ നൽകണമേ. വിശ്വാസത്തിന്റെ കൃപ വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ കൃപ വർദ്ധിപ്പിക്കണമേ. കൂട്ടായ്മ വർദ്ധിപ്പിക്കണമേ. ക്ഷമ വർദ്ധിപ്പിക്കണമേ. ലോകാരൂപിയെ കീഴ്പ്പെടുത്താൻ കൃപ നൽകണമേ. കർത്താവിന്റെ ആത്മാവെ നിറയണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ഇറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 33 ദിവസത്തെ പ്രതിഷ്ഠയിൽ പങ്കുചേരുന്ന സർവ്വ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. മഹാമാരിയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ലോക ജനതയ്ക്ക് വേണ്ടിയും കെടുതികളിൽ കുടുങ്ങിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കാ നിൻ സുതനോടെന്നും. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ.